അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ്, അതായത് +1 ഫസ്റ്റ് ചാപ്റ്ററുള്ള ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് എന്ന പാഠത്തുനിന്ന് ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും എഴുതാൻ പറ്റുന്ന ഒരു പാരഗ്രാഫാണുള്ളത്. അത് സ്പീച്ചിൽ നമുക്ക് കൊടുക്കാൻ പറ്റും, അതേപോലെ പാരഗ്രാഫായിട്ടോ അതേ പാഠത്തുനിന്ന് എന്ത് ചോദിച്ചാലും കൊടുക്കാൻ പറ്റുന്ന ഒരു ഇതിലാണ് ഈ നോട്ട് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ നോട്ടിൽ എന്താ പറയേണ്ടത് നോക്കാം. ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് by Liam O'Flaherty is a magnificent story or a need of courage and self-confidence. അതായത് ലിയാം ഓ ഫ്ലഹർട്ടി ഈ സ്റ്റോറിയിൽ പറയുന്നത് സെൽഫ് കോൺഫിഡൻസിൻ്റെയും കറേജിൻ്റെയും ഇമ്പോർട്ടൻസിനെ പറ്റിയിട്ടാണ്. ഇറ്റ്സ് ഹൈലൈറ്റ്സ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഇൻഡിപെൻഡൻസ്, സെൽഫ് ബിലീവ്സ് ആൻഡ് കോൺഫിഡൻസ് ആൻഡ് നീഡ് ഫോർ മോട്ടിവേഷൻ ടു അറ്റൈൻ ഗോൾസ്. പറയുന്നത് എന്തെന്ന് വെച്ചാൽ ഈ ഒരു ഇതിൽ ബിലീവ്, അതായത് സെൽഫ് ബിലീവും കോൺഫിഡൻസും ഒക്കെ ഉണ്ടായാൽ മാത്രമേ നമുക്ക് നമ്മളുടെ ഒരു ഗോള് നേടാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. നെസസിറ്റി ഈസ് ആൾവൈസ് ദ മദർ ഓഫ് ഇൻവെൻഷൻ, ബട്ട് ഇറ്റ് സംടൈംസ് നീഡ്സ് ആൻ ഇനീഷ്യൽ സ്പാർക്ക് ഫ്രം ഔട്ട്സൈഡ്. അതായത് നമുക്ക് നമ്മളുടെ ഒരു ഗോൾ, അതായത് നമ്മുടെ ഉള്ളിലുള്ള സ്പാർക്ക് പുറത്ത് വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഔട്ട്സൈഡിൽ നിന്നുള്ളൊരു ഇൻവെൻഷൻ വേണം. അതായത് മദറിൻ്റെ ഇൻവെൻഷൻ പോലെയുള്ള ഒരു ഇൻവെൻഷൻ ഉണ്ടായാലാണ് നമ്മുടെ ഉള്ളിലുള്ള സ്പാർക്സിനെ നമുക്ക് പുറത്ത് കൊണ്ടുവരാൻ പറ്റുള്ളൂ. ഫ്രം എൻ എഡ്യൂക്കേറ്റഡ് പോയിൻ്റ് ഓഫ് വ്യൂ, ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് ഷോ ഹൗ ഇറ്റ്സ് ടാക്ട്ഫുള്ളി ഇമ്പാർട്ട് മോട്ടിവേഷൻ. അതായത് ഈ ഒരു ഫസ്റ്റ് ഫ്ലൈറ്റിൽ പറയുന്നത് മോട്ടിവേഷൻ്റെ ഒരു ഇമ്പാർട്ടാണ് പറയുന്നത്. ദ സ്റ്റോറി ഈസ് അബൌട്ട് എ ഫാമിലി ഇഫ് സീഗൾ, എസ്പെഷ്യലി ദ യങ് സീഗൾ ദാറ്റ് വാസ് അഫ്രൈഡ് ടു ഫ്ലൈ ബിക്കോസ് ഹി തോട്ട് ദാറ്റ് ഹിസ് വിങ്സ് വുഡ് നെവർ സപ്പോർട്ട് ഹിം. ഈ സ്റ്റോറിയിൽ പറയുന്നത് ഫാമിലി ഓഫ് എ സീഗൾ, ഒരു സീഗൾ ഫാമിലിയെ പറ്റിയിട്ടാണ്. എസ്പെഷ്യലി ദ യങ് സീഗൾ, ഒരു യങ് സീഗളിനെ പറ്റിയിട്ടാണ് ഈ കഥയിൽ പറയുന്നത്. ഒരു യങ് സീഗളുണ്ട്, അവന് പറക്കാൻ പേടിയാണ്. കാരണം അവൻ തിങ്ക് ചെയ്യുന്നത് അവൻ്റെ വിങ്സ് അവൻ ഒരിക്കലും സപ്പോർട്ട് ചെയ്യില്ല, പറക്കാൻ വേണ്ടി സപ്പോർട്ട് ചെയ്യില്ല എന്നാണ് പറയുന്നത്. പക്ഷേ ഈ ഒരു സ്റ്റോറിയിൽ പറയുന്നുണ്ട് ലിയാം ഓ ഫ്ലഹർട്ടി മറ്റ് സിബ്ലിങ്സിലേക്കാടെ ഏറ്റവും വലിയ വിങ്സ് ഇവനാണുള്ളതെന്നും പറയുന്നുണ്ട്. ആൾ എഫേർട്ട് മെയ്ഡ് ബൈ ഹിസ് പാരൻസ് ടു മേക്ക് ഹിം ഫ്ലൈ ഫെയിൽഡ്. അതായത് അവൻ്റെ പാരൻസ് കുറേ അവനെ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്, പറന്ന് നോക്ക് എന്ന് പറയുന്നുണ്ട്. ബട്ട് അവൻ അതിനൊന്നും ചെവി കൊള്ളാതെ നിൽക്കുകയാണ്, അവരെല്ലാം അതിൽ ഫെയിലായി പോവുകയാണെന്നാണ് പറയുന്നത്. ബട്ട് വെൻ ഹി ഫെൽറ്റ് ടെറിബിളി ഹംഗ്രി ആൻഡ് ദർ ഈസ് നോ ചാൻസ് ടു ഗെറ്റ് ദ ഫുഡ് ഫ്രം അതേഴ്സ്, സോ ഹി അറ്റംപ്റ്റ് ടു ഗെറ്റ് ദ ഫുഡ് ഫ്രം ഹിസ് മദേഴ്സ് ബേക്ക്. പിന്നെ നമ്മൾ കാണുന്നുണ്ട് അവൻ്റെ അമ്മ അവനെ പരീക്ഷിക്കുകയാണ്. അതായത് അവന് ഫുഡൊന്നും കൊടുക്കാതെ, ഒരു ചാൻസും ഫുഡ് കിട്ടാനില്ല എന്ന് കണ്ടപ്പോൾ അവൻ്റെ അമ്മയുടെ ബീക്കിലുള്ള ഫിഷിന് വേണ്ടി ഡൈവ് ചെയ്യായിരുന്നു. ഇൻ ദാറ്റ് മൊമെൻറ്റ് ഹി റിയലൈസ്ഡ് ഹീ ക്യാൻ ഫ്ലൈ ഈസിലി. അപ്പോഴാണ് അവൻ മനസ്സിലാക്കുന്നത് അവനെ കൊണ്ടും പറക്കാൻ പറ്റുമെന്നുള്ളത് മനസ്സിലാക്കുന്നത്. ഹി വാസ് ബോൺ ടു ഫ്ലൈ ആൻഡ് ഹി ഹാഡ് മെയ്ഡ് ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ്. അവൻ്റെ അമ്മയുടെ ബീക്കിലേക്ക് ഡൈവ് ചെയ്യുമ്പോഴാണ് അവൻ്റെ ഫസ്റ്റ് ഫ്ലൈറ്റ് അവിടെ എടുക്കുന്നത്. ലിയാം ഓ ഫ്ലഹർട്ടി വാസ് എ നീ ഒബ്സർവർ ഓഫ് സീ ലൈഫ് ആൻഡ് ഹി ബിലീവ് ദാറ്റ് മാൻ ഹാസ് എ ലോട്ട് ഓഫ് ലേൺ ഫ്രം നേച്ചർ. ലിയാം ഓ ഫ്ലഹർട്ടി ഇതിൽ മൊത്തത്തിൽ പറയുന്നത് ഒരു സീ ലൈഫിനെ പറ്റിയാണ്. ആൻഡ് അദ്ദേഹം ബിലീവ് ചെയ്തിരിക്കുന്നതാണ് നമുക്ക് നേച്ചറിൽ നിന്നും നമുക്ക് പഠിക്കാനുണ്ട് എന്നാണ് പറയുന്നത്. തോട്ട് ഹിസ് വണ്ടർഫുൾ സ്റ്റോറി ഹി ഓതർ provides a psychological insight to life's problem and the ways to overcoming them. അതായത് ഈ ഒരു സ്റ്റോറിയിൽ മൊത്തത്തിൽ നമ്മളൊരു സൈക്കോളജിക്കൽ ഇൻസൈറ്റ് പ്രൊവൈഡ് ചെയ്യിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എങ്ങനെയാണ് ഒരു പ്രോബ്ലത്തിൽ നിന്ന് നമ്മൾ പുറത്ത് വരേണ്ടത് എന്നും പറയുന്നുണ്ട്. ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് റേറ്റഡ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഇൻഡിപെൻഡൻസ് ആൻഡ് സെൽഫ് കോൺഫിഡൻസ്. അതേപോലെ ഇതിൽ മോസ്റ്റ്ലി ഇമ്പോർട്ടൻറ്റ് കൊടുത്തിട്ടുള്ളത് ഇൻഡിപെൻഡൻസിനെയും സെൽഫ് കോൺഫിഡൻസിനെയാണ്. ആസ് വെൽ ആസ് നീഡ് ടു റിമെയിൻ ഇൻവോൾവ് ഇൻ ഫാമിലി ലൈഫ്. അതായത് നമ്മൾ ഒരു കാര്യത്തിൽ നമ്മൾ ഫാമിലിയുടെ ഇൻവോൾവ്മെൻറ്റും ഇതിൽ പറയുന്നുണ്ട്. ദ റൈറ്റർ ആൾസോ കൺവേസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് സെൽഫ് എസ്റ്റീംഡ് ആൻഡ് സെൽഫ് റിലയൻസ്. ഇതാണ് സെൽഫ് എസ്റ്റീംഡ് ആൻഡ് സെൽഫ് റിലയൻസ്. അതായത് റൈറ്റർ ഇതിൽ പറയുന്നത് മോസ്റ്റ്ലി ദി ഇമ്പോർട്ടൻസ് ഓഫ് സെൽഫ് എസ്റ്റീംഡ് ആൻഡ് സെൽഫ് റിലയൻസിനെ പറ്റിയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ ഇനി വീഡിയോസിന് വേണ്ടി നിങ്ങൾ കമൻറ്റ് ചെയ്യുക. താങ്ക് യു.